ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പുസ്തകം ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ ബൈ ജോ ഡിസ്പെൻസ. ഈ പുസ്തകത്തിൽ ഡോക്ടർ ജോ ഡിസ്പെൻസ ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെ തൻ്റെ ലിമിറ്റേഷൻസിനെ മറികടന്ന് ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ഇന്ന് സ്ട്രെസ് എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി മാറിക്കഴിഞ്ഞു. അതായത് സ്ട്രെസ് ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ലോകത്തുള്ള എല്ലാ ലിവിങ് ഓർഗാനിസങ്ങളും കുറച്ച് നാളത്തേക്ക് മാത്രം അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം സ്ട്രെസ് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നവയാണ്. കൂടുതൽ സമയം അവയ്ക്ക് സ്ട്രെസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കാരണം മാറിക്കഴിയുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആ സ്ട്രെസ് ഇല്ലാതാകുന്നതോടുകൂടി ശരീരം നോർമൽ അവസ്ഥയിലേക്ക് മാറുന്നു. ഉദാഹരണത്തിന്, ഒരു ടൈഗർ ഒരു ഡിയറിനെ പിടിക്കാൻ വേണ്ടി ഓടുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ ഡിയർ ടൈഗറിൽ നിന്ന് രക്ഷപ്പെടുന്നു. വീണ്ടും അത് റിലാക്സ് ആയിട്ട് പുല്ല് കഴിക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ സ്ഥിതി അങ്ങനെയല്ല. മനുഷ്യൻ സ്ട്രെസ് മണിക്കൂറുകളോളം ഹോൾഡ് ചെയ്യുന്നു. അതുകൊണ്ട് ശരീരം നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നില്ല. കൂടുതൽ സമയം അബ്നോർമൽ സ്റ്റേറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് ശരീരം ഹെൽത്തി ആവുന്നില്ല, ആരോഗ്യം മോശമാകുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ സമയം മനുഷ്യർ സ്ട്രെസ്സിൽ ജീവിക്കുന്നത്? നമ്മളെപ്പോഴെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങളെ ഓർത്ത് കഴിയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ അവയെ ഇമാജിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഭാവിയിലെ ഫ്യൂച്ചറിലെ വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇമാജിൻ ചെയ്യുമ്പോഴും അതിൻ്റെ ചിത്രങ്ങൾ മനസ്സിൽ ഉണ്ടാകുന്നു. ഈ ചിത്രങ്ങൾ തലച്ചോറിന് റിയലായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ തലച്ചോറിൽ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിനുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാക്കുന്നു. റിയലായി സംഭവിച്ചില്ലെങ്കിലും കഴിഞ്ഞ കാലത്തെ പാസ്റ്റിലെ ഏതെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസിനെ ഓർക്കുമ്പോൾ, അതല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏതെങ്കിലും ക്രൈസിസിനെ പറ്റി ഓർക്കുമ്പോൾ മസ്തിഷ്കം വിചാരിക്കുന്നത് അതിപ്പോൾ സംഭവിക്കുന്നു, അതുകൊണ്ട് ഉടൻ തന്നെ സ്ട്രെസ് ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കണമെന്നാണ്. അങ്ങനെ വെറുതെ ഇമാജിൻ ചെയ്ത് പോലും സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മുടെ ഇമോഷണൽ ക്വഷ്യൻ, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉയർത്തണം. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉയർത്തുമ്പോൾ നല്ല ഹോർമോണുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. നമ്മളെപ്പോഴെങ്കിലും പാസ്റ്റിലെ ട്രോമാറ്റിക് ഭയപ്പെടുന്ന ഏതെങ്കിലും ഇവൻറ്റിനെ പറ്റി ഓർത്തു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോർ അതിൻ്റെ ചിത്രം നിർമ്മിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് ആ ഒരു പ്രോബ്ലത്തെ സർവൈവ് ചെയ്യാനുള്ള ടോക്സിക് ഹോർമോണുകൾ തയ്യാറാക്കുന്നു. അതായത് വെറുതെ നമ്മൾ ആ ഒരു സംഭവത്തെ ഓർത്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ടോക്സിക് ഹോർമോണുകൾ നിർമ്മിക്കുന്നു. ശരീരവും മനസ്സും ഒരു സർവൈവൽ മോഡിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മുടെ ഊർജം, നമ്മുടെ എനർജി മുഴുവൻ ആ ഒരു ശരീരത്തിൽ ഉണ്ടായ ടോക്സിക് കെമിക്കലിനെ ഇല്ലാതാക്കുന്നതിനായിട്ട് ഉപയോഗിക്കപ്പെടുന്നു, തീർന്നു പോകുന്നു. അതിനുശേഷം ആ വ്യക്തിക്ക് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുന്നു. ഈ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട റിപ്പയറിങ്, റെജുവിനേഷൻ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഇതിനു പകരമായി ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മൾ ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ തുടങ്ങിയ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പുതിയ ഫ്യൂച്ചറിനെ മനസ്സിൽ കാണാൻ സാധിക്കും, ആ ഒരു ഫ്യൂച്ചറിനെ നിർമ്മിക്കാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളിലും ഇമാജിനേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റിലെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായ സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അതേ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഒരു നല്ല ഫ്യൂച്ചറിനെ മനസ്സിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോണുകളെ ഹാർമോണിയസ് ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഇതിലൂടെ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളും കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ എന്ന സ്റ്റേറ്റിലേക്ക് കടക്കാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ നമ്മളെപ്പറ്റി കൂടുതലായി അറിയാൻ തുടങ്ങുന്നു. നമ്മൾ ഈ ലോകത്തിൽ എന്ത് ചെയ്യാനാണ് വന്നത് അറിയാൻ തുടങ്ങുന്നു. നമ്മുടെ വിചാരങ്ങൾ എനർജി ലെവലിൽ മാത്രമല്ല ഉള്ളത്. നമ്മുടെ വിചാരങ്ങൾ ശരീരത്തിലേക്ക് സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ ശരീരത്തിൽ കെമിക്കലുകൾ ഉണ്ടാകുന്നു. അതായത് നമ്മുടെ വിചാരങ്ങൾ കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ്. ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസിഡൻറ്റിൻ്റെ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഫീലിങ്ങിലൂടെ വീണ്ടും ശരീരത്തിൽ നിന്ന്
ഒരു സിഗ്നൽ തലച്ചോറിലേക്ക് പോവുകയും അവിടെ നിന്ന് വീണ്ടും ഒരു സിഗ്നൽ ശരീരത്തിലേക്ക് പോവുകയും ഇങ്ങനെ ഒരു സിഗ്നലിൻ്റെ ലൂപ്പ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ലൂപ്പിലൂടെ നമ്മൾ കൂടുതലായി അത്തരത്തിലുള്ള സംഭവങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. കാരണം ഫീലിങ്സ് മാഗ്നറ്റിക് ആണ്. ഫീലിങ്സിന് വ്യക്തികളെയോ ഇൻസിഡൻറ്റിനെയോ ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ വിചാരങ്ങൾ ഇലക്ട്രിക്കലാണ്. വിചാരങ്ങൾ തലച്ചോറിൻ്റെ ഭാഷയാണ്, അതേപോലെ തന്നെ ഫീലിംഗ് ശരീരത്തിൻ്റെ ഭാഷയാണ്. നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് ഫീലിംഗ് ലൂപ്പിനെ ബ്രേക്ക് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ഫീലിംഗ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല ജീവിതത്തെ നിർമ്മിക്കാൻ സാധിക്കുന്നു. ഫീലിങ്സ് കൂടുതലായി പാസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും കൂടുതൽ സമയം പാസ്റ്റിലുള്ള ഓർമ്മകളിൽ ജീവിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിൻ്റെയും ബ്രെയിൻ്റെയും ഒരു പാറ്റേണായി മാറുന്നു. പിന്നീട് നമുക്കത് ഓർക്കേണ്ടതായിട്ട് വരുന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മയിലേക്ക് വരുന്നു. അതുകൊണ്ട് ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ പഴയ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ എനർജി ക്ലിയർ ആകുന്നു. നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസുകളുടെ വയറിംഗ് റീവയറിംഗ് സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കാണാൻ സാധിക്കും. നമ്മൾ എവിടെയാണോ ശ്രദ്ധ നൽകുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ശ്രദ്ധ നൽകുന്നത്, എവിടെയാണ് നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റി അവെയറാകണം. നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിനെ അനുഗമിക്കുന്നു, അതായത് ഫോളോ ചെയ്യുന്നു. നമ്മൾ എന്താണോ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങളുണ്ടാകുന്നു. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഭാവന ഇവയിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിലും മാറ്റമുണ്ടാകുന്നു. ഇതിനെ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നു. നമ്മുടെ ഭാവനകൾ നമ്മുടെ DNA-ക്ക് കെമിക്കൽ സിഗ്നലുകൾ നൽകുന്നു. അത് നമ്മുടെ ജീൻസുകളിൽ മാറ്റം കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ മനസ്സിൽ കൂടുതൽ സമയം ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ ഫീലിംഗ് ഉണ്ടെങ്കിൽ ഇത് ശരീരത്തിലെ ജീൻസുകളിൽ സിഗ്നലുകൾ അയക്കുകയും ശരീരത്തിൽ രോഗങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ ഭാവനകൾക്ക് ഉപരിയായിട്ട് സ്നേഹം, സന്തോഷം തുടങ്ങിയ ഫീലിങ്ങുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീൻസ് ഗ്രോത്ത്, അതായത് വളർച്ച, റിപ്പയറിംഗ് തുടങ്ങിയവയിൽ കൂടുതൽ സമയം പ്രവർത്തിക്കുകയും ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. രോഗങ്ങൾ ഇല്ലാതാകുന്നു. ആരോഗ്യമുള്ള ഒരു ശരീരത്തെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇതിനായിട്ട് ഡോക്ടർ ജോ ഡിസ്പെൻസ മെഡിറ്റേഷൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി പറയുന്നു. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മൾ ഒരു ദിവസം കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഒരു നല്ല ആറ്റിറ്റ്യൂഡിൽ, ഇൻസ്പിറേഷനിൽ, സന്തോഷത്തോടുകൂടി സമയം ചിലവഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിൽ, ആരോഗ്യത്തിൽ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. ചില ആളുകൾക്ക് സമാധാനത്തോടെ, ശാന്തിയോടെ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. അങ്ങനെ തുടക്കക്കാരുണ്ടെങ്കിൽ അവരോട് ഒരു ഭാവിയെ മനസ്സിൽ കാണാനും അത് പൂർത്തീകരിച്ചതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഡോക്ടർ ജോ ഡിസ്പെൻസ നിർദ്ദേശിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺസ് ഉണ്ടാകുന്നു. അപ്പോഴുണ്ടാവുന്ന ആ പോസിറ്റീവ് വിചാരങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ന്യൂറൽ പാത്വേകളിൽ റീവയറിങ് ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ വിചാരങ്ങൾ, പുറം ലോകങ്ങളിൽ കറങ്ങി നടക്കുന്ന ആ വിചാരങ്ങളെ വീണ്ടും തിരിച്ച് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാനും യൂണിഫൈഡ്, ഇൻ്റഗ്രേറ്റഡ് ചെയ്യാനും സാധിക്കുന്നു. ഇതിലൂടെ ഒരു പുതിയ ഭാവിയെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീൻസിന് പുതിയ ട്രെയിനിങ് നൽകുകയാണ്. അങ്ങനെ ശരീരവും മനസ്സും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഔട്ടർ വേൾഡിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ സംഭവിച്ചതായിട്ട് മനസ്സിൽ കാണുകയും അതിൻ്റെ ഫീലിങ്ങിനെ കുറച്ച് ദിവസം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ഫീലിങ്ങിൻ്റെ പീക്ക് സ്റ്റേറ്റിൽ ആ നടക്കാനിരിക്കുന്ന സംഭവം ഇപ്പോൾ സംഭവിച്ചതായിട്ട് ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ബയോളജിക്കൽ ലെവലിൽ ആ ഒരു അനുഭവം ഉണ്ടാകുന്നു. ഇതിനായിട്ട് അദ്ദേഹം ഒരു ക്ലിയർ ഇൻറ്റൻഷൻ്റെ കൺസെപ്റ്റിനെ പറയുന്നു. നമുക്കെന്താണോ വേണ്ടത്, നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആകാൻ ആഗ്രഹിക്കുന്നത്, അതിനെപ്പറ്റി എക്സാക്റ്റ് ക്ലാരിറ്റി ഉണ്ടാകണം. അതോടൊപ്പം എലവേറ്റഡ് ഇമോഷൻസ്, അതായത് സന്തോഷം, ശാന്തി, സമാധാനം, ആറ്റിറ്റ്യൂഡ്, ഇത്തരത്തിലുള്ള എലവേറ്റഡ് ഇമോഷനും കൂടി അതോടൊപ്പം അനുഭവിച്ചു കഴിയുമ്പോൾ
അത് ഇപ്പോൾ സംഭവിച്ച ഒരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ഉദാഹരണത്തിന്, ഒരു നല്ല ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ ജോലിയെപ്പറ്റി 4 കാര്യങ്ങൾ എഴുതണം. മാസം 5 ലക്ഷം രൂപ ലഭിക്കുന്ന സാലറി. നമ്പർ 2, സ്വന്തം ഒരു നല്ല ക്വാളിറ്റിയുള്ള ടീമിൻ്റെ ലീഡറായിട്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഹോൾ വേൾഡിലും കറങ്ങുന്നത്. 4-മത്തെ പോയിൻ്റ്, ആളുകളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ്, പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് ആ ഒരു ജോലി നേടിക്കഴിയുമ്പോൾ ലഭിക്കുന്ന എക്സ്പീരിയൻസ്. അതിൻ്റെ താഴെ ഈ ഒരു ജോലി ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്, അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫീലിംഗ് എന്താണ്, അതും ആ പേപ്പറിൻ്റെ താഴെ എഴുതണം. ഫോർ എക്സാമ്പിൾ, ഇത്തരത്തിലുള്ളൊരു ജോലി ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം ഒരു അഭിമാനം തോന്നും. 1, അഭിമാനം. 2, പവർഫുള്ളായിട്ട് തോന്നാൻ തുടങ്ങും, എംപവേർഡ്. അതുപോലെ തന്നെ ലോകം മുഴുവൻ കറങ്ങുന്ന ഒരു ജോലിയാണെങ്കിൽ വളരെയധികം ഫ്രീഡം. അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് എഴുതുക. അതുപോലെ തന്നെ ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാകുമെങ്കിൽ അതും ആ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ഫീലിംഗ് എഴുതുക. ഇനി നിങ്ങൾക്ക് ആ ഫീലിംഗ് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വെറുതെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് താങ്ക് യു എഴുതുന്നത് പോലും വളരെ പ്രയോജനകരമാണ്. കാരണം എപ്പോഴാണോ താങ്ക് യു എഴുതുന്നത്, അത് ആ സമയത്ത് നമ്മൾ യൂണിവേഴ്സിൽ പോസിബിലിറ്റീനെ വലിച്ചിടുകയാണ്. നമ്മളൊരു റിസീവിങ് മോഡിലേക്ക് മാറുകയാണ്. ഈ ഇമോഷൻസിനെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആ ലെവലിലുള്ള എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മളെ ആ ഒരു എനർജി ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി എഴുതുന്നത് സഹായിക്കും. അടുത്തതായിട്ട് ജോ ഡിസ്പെൻസ നമ്മുടെ ശരീരത്തെ മാറ്ററിൽ നിന്ന് സ്പേസിലേക്ക് മാറ്റാനായിട്ട് നിർദ്ദേശിക്കുന്നു. ഇതിനായിട്ട് അദ്ദേഹം ഒരു പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ പറയുന്നു, സ്പേസ് മെഡിറ്റേഷൻ. അതായത് സംതിങ്, നമ്മളിപ്പോൾ ഉള്ള സംതിങ് എന്ന ഒരു സ്റ്റേറ്റ്, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് നത്തിങ്, ഞാൻ ഒന്നുമില്ലാത്ത ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകണം. ഇതിലൂടെ നമ്മുടെ ബ്രെയിൻ വേവ്സ് ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്ക് മാറുന്നു. ഈ മെഡിറ്റേഷൻ വ്യത്യസ്തമായ കൾച്ചറുകളിൽ ഓൾറെഡി പഠിപ്പിക്കുന്നുണ്ട്. ശ്രീബുദ്ധൻ്റെ വിപസ്സന, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, എക്സെട്ര. ആദ്യം നമ്മൾ ശരീരത്തിൽ ഫോക്കസ് ചെയ്യുന്നു, പിന്നീട് ശരീരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഡോക്ടർ ജോ ഡിസ്പെൻസ നമ്മുടെ ശരീരത്തിലെ എനർജി സെൻറ്റേഴ്സുകളെ പറ്റി പറയുന്നു. യോഗാശാസ്ത്രത്തിനനുസരിച്ച് ഇതിനെ ചക്രങ്ങളെന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ താഴെയുള്ള 3 എനർജി സെൻറ്റേഴ്സ് മെറ്റീരിയൽ വേൾഡുമായി കണക്റ്റഡ് ആണ്. നമ്മൾ മെഡിറ്റേഷനിലൂടെ ആ 3 എനർജി സെൻറ്റേഴ്സുകളെ പവർഫുള്ളാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഓറയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓറയുടെ അർത്ഥം നമുക്ക് ചുറ്റുമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ എനർജി വർദ്ധിക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ പവർഫുള്ളായി മാറുന്നു. ഈ പുസ്തകത്തിൽ ഡോക്ടർ ജോ ഡിസ്പെൻസ നമ്മുടെ ഉള്ളിലെ ഇന്നർ ബീയിങ്ങിനെ, ഇന്നർ എനർജിയെ എങ്ങനെ അൺലോക്ക് ചെയ്യണമെന്ന് സയൻറ്റിഫിക്കലായിട്ട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പുകളിൽ ഈ ഒരു മെത്തേഡിലൂടെ ധാരാളം ആളുകൾക്ക് മാറാത്ത രോഗങ്ങൾ വരെ മാറുന്നതായിട്ടും സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതായിട്ടും ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നമ്മുടെ ഉള്ളിലെ പവേഴ്സിനെ ടാപ്പ് ചെയ്യാനുള്ള ടൂളുകളാണ് വർഷങ്ങളായിട്ട് പല പല കൾച്ചറുകളിലുള്ള മെഡിറ്റേഷൻ മെത്തേഡ്സുകൾ. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ കോൺഷ്യസ്നെസ്സിനെ ഗ്രേറ്റർ കോൺഷ്യസുമായിട്ട് കണക്റ്റ് ചെയ്യണം. അതിലൂടെ നമ്മൾ ആ കാണാൻ കഴിയാത്ത ഊർജത്തിൻ്റെ, ആ ഒരു ഈശ്വരീ ശക്തിയുടെ, സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യണം. ജ്ഞാനത്തിലൂടെ നമുക്ക് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് ഇതെല്ലാം ബെറ്റർ ആക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം. നമ്മുടെ ബ്രെയിനിന് നമ്മുടെ ശരീരത്തിൽ ശരിയായ തരത്തിലുള്ള സിഗ്നലുകൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ട്രെയിനിങ് നൽകണം. മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരു പുതിയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ പുസ്തകം നമ്മുടെ മനസ്സിൻ്റെ പോസിബിലിറ്റീസിനെ എങ്ങനെ ഓപ്പൺ ചെയ്യണം, ടാപ്പ് ചെയ്തെടുക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഡോക്ടർ ജോ ഡിസ്പെൻസ ഈ പുസ്തകത്തിലൂടെ ക്വാണ്ടം ഫീൽഡിനെ പറ്റി പറയുന്നു. ക്വാണ്ടം ഫീൽഡ് ഒരു അൺലിമിറ്റഡ് ആയ പവറിൻ്റെ സോഴ്സാണ്. ഈ ക്വാണ്ടം ഫീൽഡ് നമ്മുടെ സെൻസസിനും ഉപരിയായിട്ടുള്ള ഒന്നാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉപരിയായിട്ടുള്ളതാണ്. അതുകൊണ്ട് ക്വാണ്ടം വേൾഡിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മുടെ ഈ 5 സെൻസസുകളെ മറക്കണം. 5 സെൻസസുകളിലൂടെ വരുന്ന ഇൻഫർമേഷനെ മറക്കണം, ക്ലോസ് ചെയ്യണം. മെഡിറ്റേഷനിലൂടെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. കണ്ണുകളെ അടച്ചു വയ്ക്കാൻ സാധിക്കും. തുടർന്ന് ഇന്നർ വേൾഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്പർശം, കേൾവി ഇവയിൽ നിന്നും വേറിട്ട് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും.
എവിടേക്കാണോ നമ്മുടെ മനസ്സ് പോകുന്നത് ആ ഒരു ദിശയിൽ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഊർജ്ജം മുഴുവൻ ഒഴുകുന്നു. ക്വാണ്ടം ഫീൽഡിലേക്ക് പോകാൻ നമ്മൾ നമ്മുടെ അഹങ്കാരത്തെ ഉപേക്ഷിക്കണം. ആ ഫീൽഡിലെ എല്ലാം നിരാകാരമാണ്, അതായത് ഫോംലെസ് ആണ്. ഇപ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റി, നമുക്കൊരു ബോഡിയുണ്ട്, നമ്മുടെ ജോലിയെപ്പറ്റി, നമ്മുടെ ബിസിനസ്സിനെ പറ്റി, നമ്മുടെ പേരിനെ പറ്റിയെല്ലാം നമ്മൾ ഓർക്കുന്നു. ഇത് സംതിങ് എന്നൊരു അവസ്ഥയാണ്. നമുക്ക് എന്തോ ഉണ്ട്. സംതിങ്ങിൽ നിന്ന് നമുക്ക് നത്തിങ് എന്ന സ്റ്റേറ്റിലേക്ക് മാറണം. സംബഡി എന്ന സ്റ്റേറ്റിൽ നിന്ന് നോബഡി എന്ന സ്റ്റേറ്റിലേക്ക് മാറണം. അവിടെ നത്തിങ് എന്ന ഒരു സ്റ്റേറ്റിൽ കാലിയായ, അതായത് സ്പേസ്, ക്വാണ്ടം ഫീൽഡിലെ ആ ഒരു സ്പേസ് എന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ അവിടെ എല്ലാ പോസിബിലിറ്റീസിനെ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ക്വാണ്ടം ഫീൽഡിൽ നമ്മൾ മറ്റുള്ളവരുമായി കണക്റ്റഡ് ആണ്. ഈ സമയത്ത് നമ്മുടെ ഹീലിങ്ങിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഹീലിങ്ങും ഈ ഒരു സ്റ്റേറ്റിൽ ചെയ്യാൻ സാധിക്കും, അതായത് ക്വാണ്ടം ഫീൽഡിൽ. ജോ ഡിസ്പെൻസ നമ്മുടെ 8 എനർജി സെൻറ്റേഴ്സിനെ പറ്റി പറയുന്നു. ആ 8 സെൻറ്റേഴ്സുകളെ ന്യൂ ബ്രെയിൻ എന്ന് ജോ ഡിസ്പെൻസ പറയുന്നു. 8ാമത്തെ സെൻറ്റർ, അതായത് ആ ചക്രം ശിരസിന് മുകളിൽ 16 സെൻറ്റിമീറ്റേഴ്സിന് മുകളിലായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ എല്ലാ നെഗറ്റീവ് ഇമോഷനും നമ്മുടെ ശരീരത്തിൻ്റെ അവസാനത്തെ 3 ചക്രങ്ങളിൽ അവിടെ അത് സ്റ്റോർ ആവുന്നു. അതുകൊണ്ട് ആ അവസാനത്തെ 3 എനർജി സെൻറ്റേഴ്സിനെ ബാലൻസ് ചെയ്യുന്നതിന് കുറച്ച് പരിശ്രമം ചെയ്യേണ്ടത് ആവശ്യമാണ്. കൂടുതൽ സമയം നമ്മൾ സ്ട്രെസ്സിലിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്രം ഓപ്പൺ ആവുന്നതിനുള്ള സാധ്യത കുറയുന്നു. ക്വാണ്ടം ഫീൽഡിൽ ടൈം എന്ന കൺസെപ്റ്റ് ഇൻഫിനിറ്റ് ആണ്. നമ്മുടെ 3D വേൾഡിൽ ടൈം ലീനിയർ അൺലിമിറ്റഡ് ആണ്, അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഏറ്റവും അവസാനം ഡോക്ടർ ജോ ഡിസ്പെൻസ പീനിയൽ ഗ്ലാൻഡിനെ പറ്റി പറയുന്നു. പീനിയൽ ഗ്ലാൻഡ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ മിഡിൽ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പീനിയൽ ഗ്ലാൻഡിന് മെഡിറ്റേഷനുമായി വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആകുന്നു. പീനിയൽ ഗ്ലാൻഡിൻ്റെ ആക്ടിവേഷനിലൂടെ നമ്മൾ കോൺഷ്യസ്നെസ്സിൻ്റെ ഹയർ ലെവലിലേക്ക് എത്തിച്ചേരുന്നു. അതിലൂടെ നമ്മുടെ ഹെൽത്തിൽ, ജീവിതത്തിൽ എല്ലാം കൂടുതൽ നല്ല ബെറ്റർമെൻ്റ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ഈ ഗ്ലാൻഡ് നമ്മുടെ 3rd ഐ ചക്രയുമായി കണക്റ്റഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് ശരിയായി പ്രവർത്തിക്കാത്തതുകൊണ്ട് പല ആളുകളും ജീവിതം മുഴുവൻ ലോൺലിനെസ്സിൻ്റെ അനുഭവം ചെയ്യുന്നു, അതോടൊപ്പം കൺഫ്യൂഷനിലും ജീവിക്കുന്നു. അതിനാൽ ആഗ്യ ചക്രത്തെ, അതായത് 3rd ഐ ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ജോ ഡിസ്പെൻസ പറയുന്നു. ഇതിനായി അദ്ദേഹം പീനിയൽ ഗ്ലാൻഡ് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നു. ഈ പുസ്തകത്തിൽ ഡോക്ടർ ജോ ഡിസ്പെൻസ സയൻസിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും കണക്ഷൻസ്, ആധ്യാത്മികതയുടെയും വിജ്ഞാനത്തിൻ്റെ കണക്ഷനെ പറ്റി ലളിതമായ ഭാഷയിൽ വിശദീകരിക്കുന്നു. അവസാനമായി ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നാച്ചുറൽ ബീയിങ്ങിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിലേക്ക് മാറുന്നു. ആ ഒരു പ്രയാണം തുടങ്ങുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ പുസ്തകം വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല പാർട്ടുകൾ പല വീഡിയോകളായിട്ട് ഇടുന്നതാണ്.